പി വി അൻവർ തുടങ്ങിവെച്ച ഈ കലാപം, പി വി അൻവർ തുടങ്ങിവെച്ച ഈ വിവാദം, പി വി അൻവർ നിരന്തരമായി ഉന്നയിച്ച ഈ ആരോപണങ്ങൾ, അതിൻ്റെ തൊട്ടു പിന്നാലെ അൻവർ ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. അതിൻ്റെ നയപ്രഖ്യാപനം ഒരുപക്ഷെ മഞ്ചേരിയിൽ ഏതാണ്ട് 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ പൊതുസമ്മേളനത്തിൽ വെച്ചുണ്ടാകും. അപ്പോൾ അൻവർ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ പിന്തുണയ്ക്കുന്നത് CPM-നകത്ത് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവുണ്ടെന്നാണ്. അപ്പോൾ പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയിലാണ് അൻവർ ഈ കരുത്ത് കാട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ധരിക്കുന്നുണ്ടോ? അല്ല ഗോപികൃഷ്ണൻ, നോക്കൂ, അത് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണല്ലോ. ഇപ്പൊ ഡൽഹിയിൽ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് കൊടുത്ത ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്നു. പണ്ടെങ്ങനെയായിരുന്നു? VS ആയിരുന്നപ്പോഴും അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായിരുന്നപ്പോഴും പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു മുഖ്യമന്ത്രിമാർ മുമ്പോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഹിന്ദുവിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു അറിവുമേ ഇല്ല എന്നതുകൊണ്ടാണല്ലോ പ്രസ് സെക്രട്ടറി മനോജ് ഹിന്ദുവിന് നോട്ടീസ് അയക്കുന്നത്. കാരണം അങ്ങനെ ഒരു നോട്ടീസ് ചെന്നാൽ അത് ആരെയാണ് കൂടുതൽ അപകടത്തിലാക്കുന്നതെന്നുള്ള ബോധ്യം വളരെ മുതിർന്ന നേതാവായ കമ്മ്യൂണിസ്റ്റ് നേതാവായ ശ്രീ മനോജിന് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആ നോട്ടീസ് അയച്ചത് കൊണ്ട് ആരാണ് അപകടത്തിൽപ്പെട്ടത്? അപകടത്തിൽപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. ഹിന്ദു പറയുകയാണ്, നോക്കൂ, ഇങ്ങനെ ഒരു PR ഏജൻസിയാണ് ഈ പണിക്ക് മുതിർന്നത്, ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാന്ന് ഹിന്ദു പറഞ്ഞൊഴിയുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളെയാണ് സമീപിച്ചത്, അതായത് ലേഖികയായിട്ടുള്ള ശോഭയാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ എടുക്കൂ, മുഖ്യമന്ത്രി ഈ ദിവസം ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞ് സമീപിച്ചത് എന്നതടക്കം വെളിയിൽ വന്നു. അത് വെളിയിൽ വരാൻ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ പാർട്ടിക്കാരനായ M മനോജിന്റെ ലെറ്ററാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ ദിവസത്തെയും ചിരി പോലെ, ഇന്ന് ലോക ചിരി ദിനമാണല്ലോ, എല്ലാ ദിവസത്തെയും ചിരി പോലെ ഒതുക്കി കളയാമായിരുന്നു. അപ്പോൾ കൃത്യമാണ്, പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു. ആ സമ്മേളനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ശ്രീ P ശശിയെ കെട്ടിയിറക്കി സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് അങ്ങനെ പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് കോടിയേരി ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജയരാജനെ ഒതുക്കിയ വേദിയിൽ ശശിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ പാർട്ടിക്കുള്ളിലെ പിണറായി പക്ഷം. ആ പിണറായി പക്ഷം അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ അതിൽ വിഷമമുള്ളവരുണ്ടാവും, വിറളി പൂണ്ട് നിൽക്കുന്നവരുണ്ടാകും. അതിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ലോബി മാത്രമാണ് എന്നൊന്നും ഞാൻ പറയില്ല. എന്താ ശൈലജ ടീച്ചർക്ക് വിഷമം ഉണ്ടായിക്കൂടെ? മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരെ പ്രതിഷ്ഠിച്ച് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്നിടത്തു നിന്നാണ് രണ്ടാമത് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അവതരിക്കുന്നത്. ഇനി ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ശശി അല്ലെങ്കിൽ റിയാസ് എന്നതിനപ്പുറത്തൊരു ഉത്തരം പറയാൻ ആ പാർട്ടി ക്യാമ്പിന്, പിണറായി ക്യാമ്പിന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ, ശശിയുടെ പ്രതിഷ്ഠ നടത്താൻ ഇറങ്ങി പുറപ്പെടുന്ന പിണറായി ക്യാമ്പിനുള്ള മറുപടിയാവും ഒരു പക്ഷേ അൻവറിലൂടെ ആ പാർട്ടിയിലെ വിഭാഗം നടത്തുന്നത്. പക്ഷെ ഞങ്ങൾ കാണുന്നത് ഇതിൽ അൻവറിനെയോ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വിഭാഗീയ ചിന്തകളെയോ അല്ല. അല്ല, ശ്രീ വസന്തകുമാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് പരസ്യമായി രംഗത്ത് വരാൻ CPM-നകത്തെ ഒരു വിഭാഗം മടിച്ചു നിന്നിരുന്നു. അവരിൽ ഒരു വലിയ പ്രബല വിഭാഗം പിണറായിയുടെ ഈ ഒറ്റയാൻ പോക്കിനും അതുപോലെ തന്നെ കുടുംബത്തെ ചേർത്ത് നിർത്തിയുള്ള നീക്കങ്ങൾക്കുമൊക്കെ എതിരായി പാർട്ടിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണെന്നും അവർക്ക് വേണ്ടിയാണ് PV അൻവർ സംസാരിക്കുന്നത് എന്നൊക്കെയാണോ? അല്ല, നോക്കൂ ഗോപികൃഷ്ണൻ, പണ്ട് CPM എന്തായിരുന്നു? CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആയിരുന്നു. ഇന്ന് കുറെ കാലങ്ങളായി, 7 വർഷമായി CPM എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി ആൻഡ് മരുമകനും പിണറായിക്കും വേണ്ടിയുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടമായി ആ പാർട്ടിയെ പിണറായി മാറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ലെന്നേ, ആ പാർട്ടിക്കുള്ളവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നതല്ലേ, എത്ര ആവേശത്തോടു കൂടി പിണറായിയെ ഡിഫെൻഡ് ചെയ്തിരുന്നവരാണ് ഈ ഹിന്ദു വിവാദവുമായി ബന്ധപ്പെട്ട്. പാർട്ടി അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതാണ് എന്നാണ് പല ഇടതു പ്രതിനിധികളും പറഞ്ഞിരുന്നത്. ഇപ്പൊ MJ അത് പറയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വളരെ കൃത്യമാണ്, അൻവർ പറഞ്ഞ വിഷയത്തോടാണ് ഞങ്ങൾ താതാമ്യപ്പെടുന്നത്. അൻവറിനോടോ ആ പാർട്ടിയുടെ വിഭാഗീയതയോടോ ഒന്നും ഞങ്ങൾക്ക് ഇറ്റ്സ് നോട്ട്, ഞങ്ങളുടെ ബിസിനസ് അല്ലത്.
ഞങ്ങൾ താതാമ്യപ്പെടുന്നത്, ഞങ്ങൾ രമ്യതപ്പെടുന്നത്, ഞങ്ങൾ സമരസപ്പെടുന്നത് അൻവർ മുമ്പോട്ട് വെച്ച വിഷയങ്ങൾ. ആ വിഷയങ്ങൾ കുറെ കാലമായി കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നതാണ്. RSSന് വേണ്ടി കേരളത്തിൽ ഭരണം നടത്തുന്ന RSS CPM സഖ്യ സർക്കാരിന്റെ നേതാവായ പിണറായി വിജയൻ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായികൾക്കെതിരെയാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഇപ്പൊ അൻവർ പറഞ്ഞാൽ ഞങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കും. ആ നിലപാട് നാളെ പി ശശി വന്നിട്ട് പറയാ എന്നെ കൊണ്ട് ഇത് മുഴുവൻ നിങ്ങൾ അൻവർ പറഞ്ഞ നിലപാടിന് കൂടെ നിൽക്കുമ്പോൾ ആ പാളയത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു സ്വതന്ത്ര MLA ആയി നിൽക്കുന്നയാളാണ് അൻവർ. അപ്പോൾ സ്വാഭാവികമായും അൻവറിന്റെ നിലപാടുകളെ നിങ്ങൾ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുമ്പോൾ ഇനി അൻവറിന്റെ പുതിയ താവളം, പുതിയ ലയം, പുതിയ ലായം അത് ഇനി കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്കാണോ എന്ന സംശയമുണ്ടാകും. അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അൻവർ പറയുന്നു, ഞാൻ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാനുമില്ല. നിങ്ങൾ രാഷ്ട്രീയമായ അൻവറിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുമ്പോഴും നിങ്ങളുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാനില്ല എന്ന് PV അൻവർ നിലപാടെടുക്കുകയാണ്. അല്ല ഗോപീകൃഷ്ണൻ, അൻവർ ഇനി തീരുമാനിക്കുകയാണ് കോൺഗ്രസിനൊപ്പം ചേർന്നേക്കാം എന്ന് പറഞ്ഞാൽ ആർക്കും മുമ്പിൽ തുറന്നു കിടക്കുന്ന സത്രത്തിന്റെ വാതിലൊന്നുമല്ല ഇന്ദിരാഭവൻ. അത് കോൺഗ്രസ് നേതൃത്വം ചേർന്നെടുക്കേണ്ട, ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിഷയം PV അൻവർ അല്ല. ഞങ്ങൾ കാലങ്ങളായി പറയുന്ന ഒരു കാര്യം ഒരു മൈക്രോഫോണായി PV അൻവർ വിളിച്ചു പറയുന്നു. ഇപ്പൊ RSS ബാന്ധവം ആദ്യം തുറന്നു പറഞ്ഞത്, അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവല്ലേ. ഇത് ഹിന്ദുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറയുന്നത്. ഞങ്ങൾ ആ ആശയത്തോട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വിഷയങ്ങളോടാണ് ഞങ്ങൾ രമ്യതപ്പെടുന്നത്, ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. അല്ലാതെ ശ്രീ PV അൻവർ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞ് ഈ സർക്കാർ അട്ടിമറിക്കപ്പെടും, നാളെ രാവിലെ ഈ സർക്കാർ താഴെ പോകും എന്നൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരല്ലോ ഞങ്ങളോ കേരളത്തിലെ